നമസ്കാരം. നിയമസഭാ കയ്യാങ്കളി കേസിൽ LDFന് തിരിച്ചടി. വനിതാ MLAമാരുടെ പരാതിയിൽ UDF MLAമാർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്ന അവസാന കേസും ഹൈക്കോടതി റദ്ദാക്കി. മുൻ MLA AT ജോർജിനെതിരായ കേസിലാണ് ഹൈക്കോടതിയുടെ നിർണായക നടപടി. ഇതോടെ 2015 നിയമസഭാ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട് LDF വനിതാ MLAമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ UDF നേതാക്കൾക്കെതിരായ കേസുകൾ അവസാനിച്ചു. AT ജോർജ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ നടപടി. LDF മുൻ MLA KK ലതികയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് കോടതി റദ്ദാക്കിയത്. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുവന്ന നടപടിക്രമങ്ങളും ഹൈക്കോടതി റദ്ദാക്കി. സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ഈ കേസിൽ നിലനിൽക്കുന്നില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇതോടെ UDFന്റെ 4 മുൻ MLAമാർക്കെതിരായ കേസുകളാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. നേരത്തെ ഡൊമിനിക് പ്രസന്റേഷൻ, MA വാഹിദ്, K ശിവദാസൻ നായർ എന്നിവർക്കെതിരായ കേസുകളും ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതേ കേസിൽ ഉൾപ്പെട്ടിരുന്ന AT ജോർജിന്റെ കേസ് മാത്രമാണ് പിന്നീട് പരിഗണനയിൽ തുടർന്നത്. ഇപ്പോഴത്തെ ഉത്തരവോടെ ആ കേസിനും നിയമപരമായ അവസാനമായി. 2015 മാർച്ച് 13 കേരള നിയമസഭയെ നടുക്കിയ കയ്യാങ്കളി ഉണ്ടായത്. അന്നത്തെ ധനമന്ത്രി KM മാണി സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെയായിരുന്നു വലിയ പ്രതിഷേധവും സംഘർഷവും. ബാർക്കോഴ ആരോപണം നേരിടുന്ന KM മാണി ബജറ്റ് അവതരിപ്പിക്കരുതെന്ന ആവശ്യവുമായി അന്നത്തെ പ്രതിപക്ഷമായിരുന്ന LDF MLAമാർ സ്പീക്കറുടെ ഡയസിന് സമീപത്തേക്ക് നീങ്ങിയതോടെയാണ് സഭയിൽ സംഘർഷാവസ്ഥ ഉണ്ടായത്. പ്രതിഷേധം പിന്നീട് കയ്യാങ്കളിയിലേക്ക് മാറി. സ്പീക്കറുടെ കസേരയും മൈക്കും കമ്പ്യൂട്ടറും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നശിപ്പിക്കപ്പെട്ടതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സഭയിലെ പ്രതിഷേധത്തിനിടെ സ്പീക്കറുടെ ഡയസിന് സമീപം വലിയ തർക്കവും ഉന്തും തള്ളുമുണ്ടായി. സംഭവത്തിൽ നിരവധി MLAമാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നിയമസഭയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘർഷങ്ങളിൽ ഒന്നായാണ് 2015 സംഭവം പിന്നീട് വിലയിരുത്തപ്പെട്ടത്. അതേസമയം സംഘർഷത്തിനിടെ വനിതാ MLAമാരെ UDF MLAമാർ കയ്യേറ്റം ചെയ്തെന്നും അന്യായമായി തടഞ്ഞുവെച്ചെന്നും ആരോപിച്ച് LDF വനിതാ MLAമാർ പരാതി നൽകി. KK ലതിക, ജമീല പ്രകാശം എന്നിവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് UDF MLAമാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. MA വാഹിദ്, AT ജോർജ്, ഡൊമിനിക് പ്രസന്റേഷൻ, K ശിവദാസൻ നായർ എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. ആദ്യം പോലീസ് നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് വനിതാ MLAമാർ കോടതിയെ സമീപിക്കുകയായിരുന്നു. പരാതിയിൽ തുടർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള നിയമ നടപടികൾക്കൊടുവിലാണ് മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തത്. സ്ത്രീകൾക്കെതിരായ അതിക്രമം, അന്യായമായി തടഞ്ഞുവെക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് കേസിൽ ഉന്നയിച്ചിരുന്നത്. തുടർന്ന് കേസിന്റെ നിയമസാധുത തന്നെ ചോദ്യം ചെയ്ത് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചു. കേസിലെ മറ്റ് പ്രതികൾക്ക് നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് ആശ്വാസം ലഭിച്ചിരുന്നു. ഡൊമിനിക് പ്രസന്റേഷൻ, MA വാഹിദ്, K ശിവദാസൻ നായർ എന്നിവർക്കെതിരായ നടപടികൾ കോടതി അന്നേ റദ്ദാക്കിയതിനു പിന്നാലെ AT ജോർജിനെതിരായ കേസ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഉത്തരവോടെ വനിതാ MLAമാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ UDF MLAമാർക്കെതിരെ ഉണ്ടായിരുന്ന കേസുകളുടെ പരമ്പര തന്നെ അവസാനിക്കുകയാണ്. എന്നാൽ ഇതോടെ 2015 നിയമസഭാ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും അവസാനിക്കുന്നില്ലെന്നതാണ് ശ്രദ്ധേയം. സഭയിലെ പൊതുമുതൽ നശിപ്പിച്ചെന്ന കേസിൽ LDF MLAമാർ വിചാരണ നേരിടേണ്ടി വരും. ആ കേസ് UDF MLAമാർക്കെതിരായ കേസിനൊപ്പം പരിഗണിക്കണമെന്ന LDF നേതാക്കളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ LDF MLAമാർക്കെതിരെ വിചാരണ തുടരേണ്ടതാണെന്നാണ് കോടതിയുടെ നിലപാട്. അതിനാൽ വനിതാ MLAമാരുടെ പരാതിയുമായി ബന്ധപ്പെട്ട കേസുകൾ റദ്ദായെങ്കിലും നിയമസഭാ കയ്യാങ്കളിയുടെ മറ്റൊരു ഭാഗം ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇരു കേസുകളും ഒരുമിച്ച് പരിഗണിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചതോടെയാണ് LDF നേതാക്കൾക്ക് തിരിച്ചടിയായത്. 2015 സംഭവത്തിൽ നിയമസഭാ സെക്രട്ടറി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തത്. സ്പീക്കറുടെ ഡയസിൽ കയറി കസേരയും മൈക്കും കമ്പ്യൂട്ടറും അടക്കമുള്ള സാധനങ്ങൾ നശിപ്പിച്ചതാണ് ഈ കേസിന്റെ പ്രധാന ആരോപണം. ലക്ഷക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ഈ കേസിൽ വിചാരണ തുടരാനുള്ള നിയമ നടപടികൾ നേരത്തെ തന്നെ മുന്നോട്ടു പോയിരുന്നു. നിയമസഭയ്ക്കുള്ളിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് ജനപ്രതിനിധികൾക്ക് പ്രത്യേക അവകാശങ്ങളുണ്ടോ എന്നതും ഈ കേസിൽ വലിയ നിയമ ചർച്ചയായി മാറിയിരുന്നു. എന്നാൽ പൊതുമുതൽ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നിയമ
നിയമസഭാ അംഗങ്ങളുടെ അവകാശം സംരക്ഷണമാകില്ലെന്ന നിലപാടാണ് കോടതികൾ നേരത്തെ സ്വീകരിച്ചത്. നിയമസഭയിലെ പ്രതിഷേധവും ആക്രമണവും ഒരേ തരത്തിൽ കാണാൻ ആവില്ല എന്നതായിരുന്നു കോടതികളുടെ പ്രധാന നിരീക്ഷണം. 2021 സുപ്രീം കോടതിയും നിയമസഭാ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ട് നിർണായക നിലപാട് സ്വീകരിച്ചിരുന്നു. പൊതുമുതൽ നശിപ്പിക്കുന്ന പ്രവൃത്തികളെ നിയമസഭയിലെ സംസാര സ്വാതന്ത്ര്യത്തെയോ ജനപ്രതിനിധികളുടെ പ്രത്യേക അവകാശത്തിന്റെയോ ഭാഗമായി കാണാൻ ആകില്ലെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട്. സഭയ്ക്കുള്ളിലെ പ്രതിഷേധമെന്ന പേരിൽ പൊതുസമ്പത്ത് നശിപ്പിക്കുന്നത് അംഗീകരിക്കാൻ ആകില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വനിതാ MLA-മാരെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ UDF MLA-മാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിന്റെ നിയമപരമായ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. ഇപ്പോഴത്തെ ഹൈക്കോടതി ഉത്തരവോടെ ആ കേസിലെ അവസാന പ്രതിയായ AT ജോർജിനും ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. KK ലതികയുടെ പരാതിയിൽ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നുവന്ന നടപടികളും ഇതോടെ അവസാനിച്ചു. ഇതോടെ 2015 നിയമസഭാ കയ്യാങ്കളി വീണ്ടും രാഷ്ട്രീയ ചർച്ചയാവുകയാണ്. അന്ന് സഭയിൽ നടന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നോ അതോ നിയമസഭയുടെ പരിധി ലംഘിച്ച ആക്രമണമായിരുന്നോ എന്ന തർക്കം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവസാനിച്ചിട്ടില്ല. വനിതാ MLA-മാരുടെ പരാതിയിലുള്ള കേസുകൾ ഹൈക്കോടതി റദ്ദാക്കിയെങ്കിലും പൊതുമുതൽ നശിപ്പിച്ചെന്ന കേസിലെ വിചാരണ തുടരുകയാണ്. അതിനാൽ ഇപ്പോഴത്തെ ഹൈക്കോടതി ഉത്തരവിനെ LDF-നും UDF-നും ഒരുപോലെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കാനാവുന്ന സാഹചര്യമാണ് ഉള്ളത്. UDF MLA-മാർക്കെതിരായ വനിതാ MLA-മാരുടെ പരാതിയിലെ കേസുകൾ അവസാനിച്ചപ്പോൾ നിയമസഭയിലെ പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ LDF നേതാക്കൾക്ക് വിചാരണ നേരിടേണ്ട സാഹചര്യം തുടരുന്നു. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് AT ജോർജിനെതിരായ കേസും ഹൈക്കോടതി റദ്ദാക്കുന്നത്. ഇതോടെ 2015 നിയമസഭാ കയ്യാങ്കളിയുടെ ഒരു പ്രധാന നിയമവശത്തിന് അവസാനമായി. അതേസമയം പൊതുമുതൽ നശിപ്പിച്ചെന്ന കേസിന്റെ തുടർ നടപടികളാണ് ഇനി നിർണായകം. 2015 മാർച്ച് 13 നിയമസഭയിൽ നടന്ന സംഭവത്തിന്റെ നിയമപരമായ പ്രതിഫലനം ഇതോടെ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലും നിയമവൃത്തങ്ങളിലും ചർച്ചയാവുകയാണ്.